ടെക് റേഡിയോയുടെ ന്യൂ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഫോട്ടോഷോപ്പിലെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ്. അതായത് ഒരു പോർട്രേറ്റിൻ്റെ ഫേസ് എങ്ങനെ ഫെദർ ചെയ്യാം അല്ലെങ്കിൽ ടച്ച് ചെയ്യാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഇമേജ് ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ, ഞാൻ ഈ അടുത്തിടയ്ക്ക് എടുത്ത ഒരു ഫോട്ടോ ആണ്. സോ ഇതൊന്ന് റീടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഞാനത് ഓഫ് ചെയ്ത് കാണിക്കാം. ഓഫ് ചെയ്തപ്പോൾ നിങ്ങൾ ആ സ്കിന്നിൻ്റെ ടെക്സ്ചേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഞാനത് ഓഫ് ചെയ്യുന്നു. ടെക്സ്ചർ നിങ്ങൾ കാണാം, ആ ഫേസിൻ്റെ ടെക്സ്ചർ കാണാം. ഞാനത് ഓൺ ചെയ്യുന്നു. അനാവശ്യമായ ടെക്സ്ചറുകൾ മാറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. സോ ഇനി ഇത് എങ്ങനെയാണ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത ലെയർ ഞാൻ ഓഫ് ചെയ്യണം. ഓക്കെ, പുതിയതായിട്ട് ഞാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. Ctrl+J അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടുന്നതായിരിക്കും. Ctrl+J അടിച്ച് പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ഫിൽറ്ററുകളാണ്. ഒന്ന് ഹൈ പാസ് ഫിൽറ്റർ, അത് ഫിൽറ്ററിൻ്റെ പോകാം, അതിൽ അതേഴ്സിൽ പോകാം. അതിൽ ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാം. ഹൈ പാസ് ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ് നമുക്ക് മാക്സിമം കിട്ടുന്ന രീതിയിൽ വേണം ഹൈ പാസ് ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. നമ്മൾ ഈ രണ്ട് ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നതിനും ഒരു റേഷ്യോ ഉണ്ട്. അതായത് ഹൈ പാസ് ഫിൽറ്ററും ബ്ലർ ഫിൽറ്ററും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 1:4 അല്ലെങ്കിൽ 1:3 ഏറ്റവും കുറഞ്ഞ ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ടെക്സ്ചർ നിങ്ങൾക്കിത് മൈനസ് ചെയ്ത് കൊടുക്കാം. മൈനസ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇത് ബ്ലറായി പോകുന്നത് കാണാം. സോ ഇത് പ്ലസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കിതിൻ്റെ എഡ്ജസ്, ആ ഫേസിൻ്റെ എഡ്ജസ് എല്ലാം കുറച്ച് ഷാർപ്പായിട്ട് കിട്ടും. ആ ഷാർപ്പായിട്ട് കിട്ടുന്നിടം ആ ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു 24 എനിക്കിവിടെ ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ ഫിൽറ്റർ അപ്പം ഹൈ പാസിൻ്റെ ഫിൽറ്റർ 24 അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് കൊടുക്കേണ്ട ഒരു ഫിൽറ്ററാണ് ബ്ലറിനകത്ത് ഗോഷൻ ബ്ലർ കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഏകദേശം 8 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ നല്ല സ്മൂത്തായിട്ടുള്ള സ്കിൻ ടെക്സ്ചർ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ 8 കൊടുക്കുകയാണ്. സോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂവിൽ നമ്മളത് വിവിഡ് ലൈറ്റിലേക്ക് മാറ്റുക. വിവിഡ് ലൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ ഇൻവേർട്ട് ചെയ്യാം. Ctrl+I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ഇപ്പോൾ ആ ഇമേജിന് അപ്ലൈ ആയി കഴിഞ്ഞു. ഈ ഇമേജിന് ഇപ്പം അപ്ലൈ ആയിരിക്കുന്നത് എല്ലാ ലെയറിലും എല്ലായിടത്തുമായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. അതായത് ഫേസിൻ്റെ സ്കിൻ ടോണിനും അപ്ലൈ ആയിട്ടുണ്ട്, ഹെയറിനും അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്കിൻ ടോണിന് മാത്രം മതി ഇത് ആപ്ലിക്കേഷൻ. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഒരു ഇൻവേർട്ട് ലെയർ മാസ്ക് കൊടുക്കണം. ലെയർ മാസ്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നതിന് ആൾട്ട് ലെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇൻവേർട്ടർ ലെയർ മാസ്ക് കിട്ടും. സോ ഇൻവേർട്ടർ ലെയർ മാസ്ക് കിട്ടുമ്പോൾ നമുക്ക് കാണാം ആ ഫിൽറ്റർ ഇപ്പം എക്സ്ക്ലൂഡ് ആയിരിക്കുക. ഇനി നമുക്ക് എവിടെ വേണം എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുന്നു. റെഗുലർ ബ്രഷ് ടൂളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനകത്ത് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഫോർഗ്രൗണ്ട് കളറ് വൈറ്റ് ആയിരിക്കണം. വൈറ്റ് ഫോർഗ്രൗണ്ട് കളറിൽ ഞാൻ ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്ലോയും ഒപ്പാസിറ്റിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയർ ലൈൻസ് വരുന്ന ഏരിയകളിൽ നമ്മൾ ഒപ്പാസിറ്റി കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബ്രഷ് കൊണ്ടിട്ട് ടച്ച് ചെയ്യാണ്. ബ്രഷിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം. സ്മൂത്തായി വരുന്നത് നിങ്ങൾക്ക് കാണാം. സ്കിന്നിൻ്റെ ടെക്സ്ചർ, ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് അങ്ങനെ തന്നെ ലഭിക്കുകയും
ബട്ട് അനാവശ്യമായിട്ടുള്ള മറ്റുള്ള മാർക്കുകൾ ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫൈനൽ ടച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നതാണ്. എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന്. ഞാനിപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. സോ അത് ഇത്ര ആക്യുറസിയിലേക്ക് പോകുന്നില്ല. സോ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഡെപ്തിൽ കിട്ടും. ഈ 24 എന്നുള്ള വാല്യൂ തന്നെ നിങ്ങളുടെ ഇമേജസിൻ്റെ അനുസരിച്ച് അത് ചിലപ്പം വേരിയസ് ആകാം. അത് നിങ്ങൾ പലതവണ ചെയ്ത് നോക്കിയിട്ട് അതിനൊരു വർക്ക് ഫ്ലോ കണ്ടെത്തുക. ഇത് ഏകദേശം എല്ലായിടത്തും അപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് സ്കിൻ ടെക്സ്ചർ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലെയർ ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക. ഓഫ് ചെയ്യുമ്പോൾ ആ മുൻപ് ഉള്ള ജെന്യുവിൻ ടെക്സ്ചേഴ്സ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷം അതെങ്ങനെയായി തീരുന്നത്. അതായത് ഫേസിൻ്റെ ഷാർപ്നെസ്, അതായത് സ്കിൻ ടെക്സ്ചറിൻ്റെ ഷാർപ്നെസ് മായാതെ തന്നെ അനാവശ്യമായിട്ടുള്ള മറ്റ് കുഴികളും ബാക്കിയുള്ള എല്ലാം പോയി സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കി കാണും. സോ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറാതെ തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് സ്കിന്ന് കിട്ടി. സോ അതാണ് ഈ ഫിൽറ്ററിൻ്റെ ഒരു ഗുണം. വളരെ ഈസി ആയിട്ട് ഒരു പോർട്രേറ്റിൻ്റെ സ്കിൻ ടോൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. സോ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ബൈ.